ബിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല. അതാ തിടുക്കത്തിൽ പുറപ്പെട്ടതേ. നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ട് തിരിക്കാം. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇത്ര നേരം പറഞ്ഞപ്പോ ഞാൻ കേട്ടല്ലോ. ഓക്കെ, ഈ അമ്പലത്തിന് നമ്മള് സംഭാവന കൊടുക്കുമ്പോൾ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നതിനേക്കാൾ ഒരു ദുഷിച്ച പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ഒരു പ്രസംഗം നടത്തിയത് മുജാഹിദ് ബാലുശ്ശേരിയാണ്. നിങ്ങളും ഞാനും ഈ രാജാവുമല്ല യുഗയുഗാന്തരങ്ങളായി ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട മാനവരാശിയുടെ പ്രതീകങ്ങൾ മാത്രമാണ്. കേൾക്കുന്ന ഒരു ഹൈന്ദവ വിശ്വാസിയുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? ഈ പടച്ചോനെ കണ്ടിട്ടുണ്ടാ? ഇല്ല, കണ്ടിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കായിരുന്നു, എന്തിനാ ഇങ്ങനെ എന്നെ പടച്ചു വിട്ടതെന്ന്. വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയുന്നുണ്ട് ബാലുശ്ശേരി. ബാലുശ്ശേരി സമാധാനം പറയാന്ന് പറഞ്ഞിട്ട് അത് ബാലുശ്ശേരിയുടെ തലയിലിടുന്നത് ശരിയാണോ? ബാലുശ്ശേരി ഏതെങ്കിലും സ്വന്തം കിതാബിന്നാണോ എടുത്ത് പറഞ്ഞത്? നിയമാണല്ലോ അവിടെ പഠിപ്പിച്ചത്. അങ്ങനെ തെളിയിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ബാലുശ്ശേരി പറഞ്ഞത് മതത്തിലെ നിയമമാണ്. നമുക്കൊന്ന് കേട്ട് കളി ബാലുശ്ശേരി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഫോർ എക്സാമ്പിൾ, അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല, എല്ലാവർക്കും നല്ല സേവനം ചെയ്തു, അയാൾ സ്വർഗത്തിലെത്തുവോ? ഇസ്ലാം പറയുന്നില്ല. എന്തുകൊണ്ട്? ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇത് മതത്തിലെ അധ്യാപനാണോ അല്ലേ? ഇത് മതമായിട്ട് ബന്ധമില്ല, മതമായിട്ട് ഒരു ബന്ധമില്ല. എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആള് നന്മ ചെയ്താൽ സ്വർഗത്തിൽ എത്തും എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ അതിന്റെ വിഷയം പറഞ്ഞുതരാം. എത്തുമില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ നന്മ ചെയ്തതിന്റെ പേരിൽ അയാൾ സ്വർഗത്തിൽ എത്തും, നിത്യ സ്വർഗത്തിൽ കിടക്കും എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്താ ഉസ്താദ്, എന്താ ബാലുശ്ശേരി പറഞ്ഞ, എന്താ നിങ്ങൾ കേട്ടത്? ആദ്യം പറഞ്ഞേ ദീനിന്റെ സത്ത. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ബാലുശ്ശേരി ഇപ്പൊ പ്രസംഗിച്ചത് എന്താ നിങ്ങൾ കേട്ടത്? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ബാലുശ്ശേരി എന്താ പറഞ്ഞത്? ചുരുങ്ങിയ വാക്കുകളിൽ പറയൂ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. റിപ്പീറ്റ് ചെയ്താ നിങ്ങൾ. അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ല, കേൾക്കാതെയാണോ അത് ഇസ്ലാം അല്ല എന്ന് പറഞ്ഞേ? ഫോണായിട്ട് ചെറിയൊരു, അതായത് നിങ്ങൾ ഫോണിൽ കേൾപ്പിക്കുന്ന ആയതുകൊണ്ടുള്ള പ്രയാസമുണ്ട്. അതെ, അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടില്ല എന്ന് തുടക്കത്തിൽ പറയണ്ട. അതിന് പകരം നിങ്ങൾ പറഞ്ഞത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്നല്ലേ പറഞ്ഞേ? അതിൽ കുറച്ച് ഞാൻ കേട്ടില്ല. കേട്ടത് എന്താന്ന് പറയും, കുറച്ച് കേട്ടത് എന്താന്ന് ആദ്യം പറയും, എന്നിട്ട് നമുക്ക് ഗുരുവായൂരപ്പ എന്നുള്ളത് എത്രയായിട്ടും അങ്ങോട്ട് കിട്ടുന്നില്ല. ഇവിടെ മെഴുകാൻ ഞാൻ സമ്മതിക്കാം. നിങ്ങൾ പറയൂ, നിങ്ങൾ കേൾക്കാതെ എങ്ങനെയാണ് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾ പകുതി കേട്ടിട്ട് ഞാൻ പറഞ്ഞില്ല. അയ്യപ്പ എന്തോന്ന് പറയുന്നത്? നിങ്ങൾ പറയേണ്ടത് ഞാൻ പകുതി കേട്ടുള്ളൂ, ആരിഫ് സാഹിബ് ഒന്നും കൂടി കേൾപ്പിക്കൂ എന്നല്ലേ പറയേണ്ടത്. അതിന് പകരം നിങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ പറഞ്ഞത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. അപ്പൊ കേൾക്കാതെ നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ സാധിക്കും? എന്തിനാ വെറുതെ മറ്റു ദൈവങ്ങളെ വെറുതെ എന്തിനാ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരുവായൂരപ്പനും മറ്റൊക്കെ വിളിക്കാൻ വേണ്ടി? അതുകൊണ്ടാണ് ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞത്. നമുക്കൊന്നുകൂടി കേട്ടോ? ശരി, ഇപ്പൊ ശരിക്കും ശ്രദ്ധിച്ചു എന്താ പറഞ്ഞതെന്ന് ആദ്യം പറയൂ. കോട്ട് ചെയ്തുകൊണ്ട് എത്തൂല്ല. അത് ഇസ്ലാമിന്റെ ആദർശ അടിസ്ഥാനത്തിൽ എത്തൂല, സ്വർഗത്തിൽ എത്തൂല. അപ്പൊ പിന്നെ ഗുരുവായൂരപ്പൻ എന്താ മാങ്ങ പറിക്കാൻ പോകും? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് ഇല്ല. അത് ഒരു മിനിറ്റ്. ഇത് പറയുമ്പോ ഹിന്ദു മതവിശ്വാസിയുടെ മനസ്സിൽ വേദനിക്കില്ലേ? എങ്ങനെ വേദനിക്കും? വേദനിക്കൂ. നിങ്ങൾ പറഞ്ഞല്ലോ ഇസ്ലാമിനെ വിമർശിക്കുമ്പോ മനസ്സ് വേദനിക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞു. ഒരു മുസ്ലിമിനോടാണ് മൂപ്പര് സംസാരിക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതിപ്പോ മുസ്ലിം മാത്രമല്ലല്ലോ കേൾക്കണത്, ഇത് നാട്ടുകാർ മുഴുവൻ കേട്ടതല്ലേ? ഇവിടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറയും. ഇത് കേൾക്കുമ്പോ ഹിന്ദു വിശ്വാസിയുടെ മനസ്സ് വേദനിക്കുമോ ഇല്ലേ? 15 minutes later. നിങ്ങൾ ഇങ്ങനെ അനന്തമായിട്ട് മെഴുകി പോവാൻ നമ്മൾ 6-ാം നൂറ്റാണ്ടിലേക്ക് എടുക്കി. ഇസ്ലാമിനെ പരിചയപ്പെടുത്തും 6-ാം നൂറ്റാണ്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടു. എന്റെ ഗുരുവായൂരപ്പ, ഈ അസുരന്മാരെ ഇടന്ന് എത്രയും വേഗം രക്ഷപ്പെടുത്തി തരണേ.